സ്വാമി ശരണം. ശബരിമല സീസണായി. എല്ലാവരും പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും കാലത്ത് ജീവിക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു ചെറിയ യാത്രയിലാണ്. എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ. വെൽക്കം ടു ബാംഗ്ലൂർ സിറ്റി. അപ്പോൾ ഞാനിത് ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. ആ കുട്ടി ഒരു 3 months വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ 3 months എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡസ്റ്റിങ് ഉണ്ടാവും. അപ്പോൾ ഓർഗനൈസിങ് ആയിരുന്നു കേട്ടോ നമ്മുടെ സെഗ്മെൻറ്റ്. പിന്നെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എടുക്കുന്ന ഊബർ ബൈക്കാണ്. നമ്മുടെ ഇവിടെ പോലെ ഊബർ കാറ് ഓട്ടോയും പോലെ അവിടെ ഊബർ ബൈക്കും അവൈലബിളാണ്. കാരണം ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ബൈക്ക് എടുക്കും. പിന്നെ അതല്ല, ഓട്ടോയുടെയും ഹാഫ് റേറ്റ് കുറവാണ് ഊബർ ബൈക്കിന്. പിന്നെ അതല്ല, ഏത് തിരക്കിലും അങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങ് എത്തും. ഹെൽമെറ്റൊക്കെ അവർ തന്നെ കൊണ്ടുപോയിട്ട് സേഫ് ആൻഡ് ജേർണി കേട്ടോ. പിന്നെ കണ്ടി, ഇത് മലയല്ലേ, അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ബാംഗ്ലൂരേ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ മിസ് ചെയ്തു എനിക്ക്, കാരണം എൻ്റെ കുറേ വീഡിയോസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലേക്ക് എത്തുവാണേ. ഞാനിവിടെ എത്തിയിട്ടോ. പക്ഷെ അന്നെ നല്ല തണുപ്പുണ്ട്. കറണ്ട് പോയി, അതാട്ടോ വെട്ടില്ലാത്തത്. അടുക്കളയുടെ ഭാഗത്ത് അപ്പം കുറച്ച് വെട്ടിക്കിട്ട് ഞാൻ നല്ല ചൂടുവെള്ളം കുളിച്ചു. ഡ്രസ്സ് മാറിയപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. സമാധാനം. നല്ല തണുപ്പുണ്ട്. ബാംഗ്ലൂർ നല്ല തണുപ്പ് കേട്ടോ. ഞാൻ അപ്പോൾ ഓൾറെഡി ഒരു ഫുൾ കൈ ബനിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് വേണ്ട വീട്ടിൽ ഇടാനല്ലേ, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെറിയ ബനിയൻ എടുത്തത്. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കറണ്ട് പോയി, അതാട്ടോ വെട്ടില്ലാത്തത്. അടുക്കളയുടെ ഭാഗത്ത് അപ്പം കുറച്ച് വെട്ടിക്കിട്ട് ഞാൻ നല്ല ചൂടുവെള്ളം കുളിച്ചു. ഡ്രസ്സ് മാറിയപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. സമാധാനം. നല്ല തണുപ്പുണ്ട്. ബാംഗ്ലൂർ നല്ല തണുപ്പ് കേട്ടോ. ഞാൻ അപ്പോൾ ഓൾറെഡി ഒരു ഫുൾ കൈ ബനിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് വേണ്ട വീട്ടിൽ ഇടാനല്ലേ, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെറിയ ബനിയൻ എടുത്തത്. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. എന്താ വന്നത്? ദോശയാട്ടോ പറഞ്ഞത്. അപ്പോൾ ദോശ വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ മേശപ്പുറത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ കഴിക്കട്ടെ. നല്ല തണുപ്പ്. തണുപ്പെന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പ്. ഞാൻ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ കണ്ടോ കുഞ്ഞിക്കോടി നിൽക്കുന്നത്. പേക്ക് തണുപ്പ്. ഈ ബനിയൻ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഈ ബനിയൻ ഇടുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബനിയനാണ്. നല്ല രസമുണ്ട്. ഈ ഒരു നല്ല പച്ച, പക്ഷേ ഇതിനകത്ത് ഏത് പച്ച കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നല്ല പച്ച. പച്ച പച്ച പച്ച. പോയി കഴിക്കട്ടെ, വിശക്കുന്നു. അപ്പോൾ നമ്മളുടെ വർക്കിന് മുന്നേ ഉള്ള സിറ്റുവേഷൻസ് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് നല്ല ഫ്ലാറ്റ് കേട്ടോ. ഫ്ലാറ്റ് 2 BHK ഫ്ലാറ്റാണ്. അന്ന് കിച്ചൺ, എനിക്കിതിൻ്റെ ഹാളിൻ്റെ ആ സ്പേഷ്യസ് ആണോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര രസം. എനിക്ക് ഹാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓപ്പൺ കിച്ചണോട് കൂടിയാട്ടോ. ഇതാ കണ്ടില്ലേ, എത്രയും നല്ല ഡസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മളിത് സെക്കൻഡ് ടൈം ആട്ടോ ബാംഗ്ലൂർ ഈ സെയിം വീട്ടിൽ തന്നെ പോകുന്നത്. ഇതിന് മുന്നേ ഒരു വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇയർലി ആണ് നമ്മൾ പോയിട്ട് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. കൂടുതലും വാർഡ്രോബുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സീസൺ അനുസരിച്ചിട്ടാട്ടോ ഓർഡർ. കാരണം ഈ സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. നമ്മളപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കോലാഹലങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. വെറുതെ തമാശയൊക്കെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ളൊരു രീതി ഞാൻ പറഞ്ഞില്ലേ, അല്ലേ ഈ ബണ്ടിലെല്ലാം ഡ്രൈ ക്ലീൻ ചെയ്ത് വന്നേക്കുന്നത്. ആ വെള്ള കവറുകളില്ലേ, അത് അവിടെ ഡ്രൈ ക്ലീൻ ചെയ്ത് വന്നേക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് അങ്ങ് പോകും. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ വന്നതിന് ശേഷം പിന്നെ ഒരു കാര്യം, ഇയർലി കുറേ നമ്മൾ മാറ്റും, അവസാനത്തേക്ക് മാറ്റും. പിന്നെ ഈ വർക്ക് എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കാറുള്ളത്. പിന്നെ ആ കുട്ടി വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ബേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറയും, ഓർഡർ ചെയ്യാറാണ് കേട്ടോ പതിവ്. ശരിക്കും പറയാം നല്ല ഫുഡാണ്, എന്താ വേണ്ടതെന്ന് എന്നോട് ചോദിക്കുവേ. അപ്പം ഞാൻ പറയും ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിക്കും എനിക്ക് എന്താ ഇഷ്ടം കഴിക്കാൻ. എനിക്ക് ചോറാണ് ഇഷ്ടം, പക്ഷേ എന്താ ചെയ്തോ എനിക്ക് ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ ആളുടെ ഇഷ്ടത്തിന് എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യും. പക്ഷേ എല്ലാം സൂപ്പർ ഫുഡായിരിക്കും, ഒരു രക്ഷയില്ല മക്കളെ. അതായത് അടിപൊളി ഫുഡാണ്, നമ്മൾ വയറ് നിറച്ച് കഴിച്ചു പോകും. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. അവിടുത്തെ എന്തോ ഒരു ബിരിയാണി എനിക്ക് ഓർഡർ ചെയ്ത് വന്നായിരുന്നു. അയ്യോ അടിപൊളി ബിരിയാണിയാണ്, ഞാൻ പേര് മറന്നുപോയി. ബാംഗ്ലൂരിലെ ഫേമസ് ബിരിയാണി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പേരറിയാമെങ്കിൽ മെൻഷൻ ചെയ്യണേ. ഞാൻ മറന്നുപോയി കേട്ടോ ആക്ച്വലി. സത്യമായിട്ട് നമ്മൾ ഈ കവറുകളിലേക്ക് ആക്കാൻ കാരണം എന്നാണെന്നറിയോ, അലമാരിയിലെ ഡ്രസ്സുകളെല്ലാം നമ്മൾ കവറുകളിലേക്കാക്കി ആദ്യം ഈ ഭാഗം എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആ റൂമിൽ നിന്ന് ഔട്ട് ചെയ്ത് വെക്കും, പുറത്തെടുത്ത് വെക്കും. എന്നിട്ട് ഈ റൂം മുഴുവൻ ഡസ്റ്റിങ് ചെയ്തതിന് ശേഷം ബെഡ്ഷീറ്റെല്ലാം മാറി വിരിച്ച് തുടച്ച് റൂം
ഫാനിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഓരോ കവർ വീതവും എടുത്ത് ആ ഓരോ കവറിലുള്ള ഡ്രസ്സ് മടക്കി വെക്കും. എല്ലാം മടക്കി ആദ്യം വെക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ആക്കും. മീൻസ് കുർത്ത, ഫ്രോക്ക്, ജീൻസ്, ടോപ്പ്, ഷർട്ട്സ്, ഓഫീസ് വെയർ, കാഷ്വൽ വെയർ, അങ്ങനെ തരംതിരിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അലമാരയിലേക്ക് എടുക്കുക. അല്ല നമ്മൾ അതെല്ലാം അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിലേക്ക് ഡസ്റ്റിങ് വീണ്ടും ആവത്തില്ലേ ഉള്ളൂ. അങ്ങനെ അപ്പം ഞാനും ഈ റൂമിൽ തന്നെയാണ് കേട്ടോ ലിവിങ്. ഒരു റൂമിൽ തന്നെയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം അല്ലെ 4 ദിവസത്തെ വർക്ക് കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നേ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ബാംഗ്ലൂർ ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാട്ടോ എപ്പോഴും പോകാറുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്രയും ദിവസം എടുക്കാറുണ്ട്. കാരണം 2 റൂം, ഹാള്, കിച്ചണാണുള്ളത്. മെയിൻലി നമ്മൾ ഈ ബോക്സൊക്കെ കൂട്ടി വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. ഓർഗനൈസിങ് ബോക്സൊക്കെ ഞാൻ പറഞ്ഞ പ്രകാരം ആൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ എറണാകുളമാണ്, നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജോലി എന്നൊക്കെ ഞാൻ കുറച്ചേരം ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് കട്ട് ചെയ്ത് വരുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് സംസാരിക്കും, പിന്നെ ഞാൻ എല്ലാം വോയിസ് ഓവർ എല്ലാം ഇതേ കണ്ടോ, ബെഡെല്ലാം ഫുള്ള് സാധനം നമ്മൾ മാറ്റി കിട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ വാഷിങ്ങിന് ഇടുക ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി യാത്ര പോയിട്ട് വന്നാലും തിരിച്ച് വന്നാലും ഉണ്ടല്ലോ, നമ്മുടെ വീട് ആദ്യം കിടക്കണ റൂം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഫസ്റ്റ് ഓക്കെ ആക്കി വെക്കണം, ക്ലീൻ ആക്കി വെക്കണം. കാരണം ആ ഡസ്റ്റിങ്ങിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, പ്രായമുള്ളവരുടെ റൂം എല്ലാ മാസവും ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഡീപ് ക്ലീനിങ് നിങ്ങൾ ആളെ വിളിച്ച് ചെയ്യിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങളാൽ കഴിയുന്ന പോലെ നിങ്ങൾ മാക്സിമം ചെയ്യുക. കാരണം ഈ ജനാലിലൊക്കെ മാറാലയും പൊടിയൊക്കെ പിടിക്കും. എങ്ങനെയാണെങ്കിലും പിടിക്കുമെന്നേ നമ്മൾ വിചാരിക്കില്ല നീറ്റായി കിടക്കുന്നതല്ലേന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല, എത്ര നീറ്റാക്കി വെച്ചാലും അത് പിടിക്കും. എന്തായാലും എനിക്ക് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓർമ്മ കേട്ടോ. പിന്നെ നമ്മുടെ 2 കണ്ടോ ഇതാട്ടോ റൂം എല്ലാം കൂടി ഞാൻ അതിനകത്ത് കയറ്റി വെച്ചു. ആദ്യം എന്ത് ചെയ്തെന്നറിയാം, ഞാൻ ഹാളിലെ സാധനങ്ങളെല്ലാം കൂടി റൂമിൽ കയറ്റി വെച്ചു. എന്നിട്ട് റൂം ഫുള്ളങ്ങ് ക്ലീൻ ചെയ്ത് ഒതുക്കി. എന്നിട്ടാണ് റൂമിൽ നിന്ന് സാധനങ്ങളെടുത്ത് പുറത്താക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് അവിടുത്തെ ഊണ് വന്നതാണ്. സാലഡൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വയറ് നിറയും. നമ്മൾ വിചാരിക്കുന്നത് കുറച്ചൊന്നുമില്ല, കുറച്ച് അധികമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ഈ ഓർഗനൈസിങ് തുടങ്ങുമ്പോൾ ആദ്യം എന്നെ എല്ലാവരും കളിയാക്കിയിരുന്നു കേട്ടോ, എന്തിനാണ് നീ അടിച്ചു വരാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണോ എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഒരാളെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ അത് എത്രത്തോളം സ്പീഡിൽ ചെയ്യണം, ഒരു വർക്ക് എത്ര ടൈം കൊണ്ട് തീർക്കണം എന്ന് ഞാൻ തീരുമാനിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്ത് പ്രാക്ടീസ് ആവണം. അപ്പോൾ ഞാനൊരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന വർക്കുകൾ, ഇത് സെക്കൻഡ് ഡേയിലേക്ക് കടന്നേ, ഡ്രസ്സ് മാറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ തീരണമെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യണം. പിന്നെ ചില ക്ലയൻസിന് ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. കാരണം അവരുടെ പേഴ്സണൽ പ്ലേസിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ താക്കോലേൽപ്പിച്ച് പോകുമ്പം അവർക്ക് അവരുടേതായ ഒരു വിശ്വസ്തത വേണമല്ലോ. അതുകൊണ്ട് ഇത് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് അടുക്കി പിറക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലമാരി കണ്ടിട്ട് എന്നോട്, ഞാൻ എപ്പോഴും ഏത് കബോർഡ് ചെയ്താലും ഒരു കള്ളി ഒഴിവാക്കുവേ. ഇത് നമ്മുടെ ഓർണമെൻറ്റ്സ് എല്ലാം കൂടി ഞാൻ തരംതിരിച്ച് വെച്ചാണ്. ഇതുപോലൊരു ബോക്സിനകത്താക്കിയിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കുക. അതാകുമ്പോൾ ഡസ്റ്റിങ് ആവില്ല. ഡസ്റ്റിങ് ആവുമെന്ന് വെച്ചാൽ അത് പുറകില്ല. അപ്പോൾ ഇത് എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിൽക്കുവാണേ, ഡ്രസ്സൊക്കെ മാറിയിട്ട്. കാരണം എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവിനാശും ആതിരയുമാണേ. അപ്പോളോ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ 2 ആളും അവിടെയല്ല കേട്ടോ, നാട്ടിലേക്ക് പോകുന്നത്. ആതിര ദുബായി പോയി, സൗദി അറേബ്യയിൽ പോയി, അവിനാശ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആതിരയ്ക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ അവിനാശൂട്ടിനെ ഞാൻ കണ്ടു കേട്ടോ. ഭയങ്കര രസമാണ്. ഞങ്ങളൊരു ട്രെയിനിൽ വെച്ച് ഫ്രണ്ട്സ് ആയത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം പോയി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഓടി വന്നിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമാണ് എനിക്ക് ഫുഡ് തന്നത് കേട്ടോ. പിന്നെ അവർ അലോപ്പതി, ഞാൻ ആയുർവേദ സെക്ഷനും ആയതുകൊണ്ട് ഞങ്ങളുടെ വർത്തമാനം മുഴുവൻ മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒരു നൈറ്റ് പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. ആക്ച്വലി സത്യത്തിൽ ഇത് കണ്ടോ, എൻ്റെ ബാഗെല്ലാം കൂടി കെട്ടിപ്പിറക്കി ഞാനൊരു ഓട്ടോയും വിളിച്ചിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ലഗേജ് കൊണ്ടുപോയിട്ട് റെയിൽവേയിൽ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചു. അതിന് ശേഷമാണ് ഞാൻ അവിനാശിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ ഊബർ ബൈക്ക് എടുക്കാറെന്ന് പറഞ്ഞില്ലേ, എവിടെ പോയാലും ഞാൻ ബാംഗ്ലൂർ പോയാൽ ഊബർ ബൈക്ക് എടുക്കാം. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്, നിങ്ങൾക്കറിയാമായിരിക്കും. അവിടെയാണ് മലയാളികൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന, നമ്മൾ പറയുക കൂടുതലായി കാണപ്പെടുന്ന
ജീവജാലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൂടുതലായിട്ടും മലയാളീസ് അവിടെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഞാനിങ്ങനെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം അവനെ, അപ്പോൾ അവൻ വന്നിട്ട് അവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോവാം. ആദ്യം തന്നെ വീട് ഒരു റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോയത്. എന്നോട് അവൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും ഇഷ്ടമല്ലാതെ എടുക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് യാത്ര മീൻസ് റിട്ടേൺ നാട്ടിലേക്ക് പോരുവാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. കാരണം വയറെങ്ങാനും പണി തന്നാൽ പണി പാളും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ എഗ്ഗില്ലേ അത് ഞങ്ങൾ മേടിച്ചു. പിന്നെ ആ ഒരു റോള് ഞങ്ങൾ മേടിച്ച് ഷെയർ അടിച്ചു. പിന്നെ അവൻ എന്നെ കൊണ്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പരിചയപ്പെടുത്തി. കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നേ, അവിടുത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ അല്ലെ ഫ്ലാറ്റിൻ്റെ കുറേ അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ ആൾക്കവിടെ അത്യാവശ്യം നല്ല ഏരിയ അറിയാം, അതുപോലെ നല്ല ക്ലയൻസും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരു ദിവസം ആയിട്ട് അല്ലെ ഫ്രീ ആയിട്ടൊന്ന് ഇറങ്ങും വർക്കിനല്ലാതെ, ഞാൻ കുറച്ച് വർക്കുകൾ പിടിച്ചു തരാം, എന്നിട്ട് സംസാരിച്ചിട്ട് എനിക്കറിയില്ല അനുമോളുടെ വർക്ക് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്, അതുകൊണ്ട് അനുമോൾ തന്നെ സംസാരിച്ച് സെറ്റാക്കാൻ പറയും. അപ്പോൾ ഇനി അതിന് വേണ്ടി നമ്മളൊരു ദിവസം ബാംഗ്ലൂർ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ രണ്ടാളും ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നു. പക്ഷേ എന്നോട് അവിനാശ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ബാംഗ്ലൂർ പോകുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇത് രാത്രിയായി കേട്ടോ. അപ്പോൾ ഞാൻ റിട്ടേൺ ഊബർ എടുത്തിട്ട് ഊബർ ബൈക്ക് എടുത്ത് നേരെ റെയിൽവേയിലേക്ക് പോകും. കാരണം നമ്മുടെ ലഗേജ് അവിടെയാണല്ലോ ഇരിക്കുന്നത്. ഞാൻ പക്ഷേ ബസ്സിനാണ് കേട്ടോ പോരുന്നത് രാവിലെ. കാരണം ഉറങ്ങി എഴുന്നേറ്റിട്ട് എനിക്ക് ഇങ്ങോട്ട് എത്തണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡാവുമേ. അത് കാരണം ഞാൻ പിറ്റേ ദിവസം നേരം വെളുത്ത് എത്തി നമ്മൾ എന്ത് ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക കേട്ടോ അടുത്ത സെറ്റിലേക്ക്. അതാണ് എൻ്റെ ഒരു ലൈഫ് ജേർണി. എല്ലാവരും ചോദിക്കും അനു ഫുൾ ട്രാവലാണല്ലോ, എവിടെയാണ് പോണേ, എന്താ കറക്കമല്ലേ, സുഖമല്ലേ, ലൈഫ് എൻജോയ്. അതെ, ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യും. ജോലി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് പൂർണ്ണമായും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ജോലിയും അതിൻ്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വന്ന് ഒരു ദിവസം ഡേ റെസ്റ്റ് എടുത്ത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് ആ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആക്ച്വലി. കാരണം ഇത് തേവര ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു പാഷനോട് കൂടി ചെയ്യുന്നൊരു സാധനമായതുകൊണ്ടേ നമ്മളറിയാതെ പോലും നമ്മളതിലേക്ക് എനർജറ്റിക്കായിട്ട് വർക്ക് എടുത്തു പോകും. അപ്പോൾ ഞാൻ എൻ്റെ വർക്കിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്, ലവ് യു, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു.